കൂടെ നമുക്ക് നമ്മുടെ ഇന്നത്തെ വാക്കുകളിലേക്ക് കിടക്കാം. ആദ്യത്തേത് ഇംപ്ലിസിറ്റും എക്സ്പ്ലിസിറ്റും. ഇംപ്ലിസിറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇൻഡയറക്റ്റായിട്ട് പറയുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പറയാതിരിക്കുക. എക്സ്പ്ലിസിറ്റ് എന്ന് പറയുന്നത് നേരെ ഓപ്പോസിറ്റ് പിന്നെ, അത് എല്ലാം ഡയറക്റ്റ്ലി പറയുക, ഡയറക്റ്റ്ലി കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക, എല്ലാം ഡയറക്റ്റായിട്ട് വിസിബിൾ ആക്കുക, അതൊക്കെയാണ് എക്സ്പ്ലിസിറ്റിൻ്റെ അർത്ഥം. നമ്മൾ കഴിഞ്ഞ വീഡിയോയിലാണെന്ന് തോന്നുന്നു ഇംപ്ലൈയുടെ മീനിങ് പഠിച്ചായിരുന്നു. ഇംപ്ലൈ എന്ന് പറഞ്ഞത് ഒരു വെർബായിരുന്നു, അതിൻ്റെ അഡ്ജക്റ്റീവ് ഫോമാണ് ഇംപ്ലിസിറ്റ്. ഈ എക്സ്പ്ലിസിറ്റും ഒരു അഡ്ജക്റ്റീവ് ഫോമാണ്. നമുക്കിനി അർത്ഥം നോക്കാം. ഇംപ്ലിസിറ്റ് നോട്ട് ഡയറക്റ്റ്ലി എക്സ്പ്രസ്ഡ്, ഇൻഡയറക്റ്റ്ലി പറയുക അല്ലെങ്കിൽ ഡയറക്റ്റായിട്ട് പറയാതിരിക്കുക. പിന്നെ ഇൻഹെറൻ്റ് ഇൻ ദ നേച്ചർ ഓഫ് സംതിങ്, അതായത് എന്തിൻ്റെങ്കിലും സ്വഭാവത്തിൽ ഓൾറെഡി ഉള്ള ഒരു ക്വാളിറ്റി, അതിനെ നമ്മൾ ഇംപ്ലിസിറ്റ് എന്ന് പറയും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഒരു പാമ്പ്, അതിനെ കയറി ചവിട്ടിക്കഴിഞ്ഞാൽ അത് കടിക്കും, അത് നോൺ ഫാക്റ്റാണ്, അത് ഓൾറെഡി അതിനകത്തുള്ള സ്വഭാവമാണ്. അങ്ങനെ ഇനി എക്സ്പ്ലിസിറ്റ് എന്ന് പറഞ്ഞാൽ പ്രിസൈസ്ലി ആൻഡ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റഡ് ഓർ റെഡിലി ഒബ്സർവബിൾ, അതായത് കൃത്യമായും ക്ലിയറായിട്ടും അത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നുണ്ട്, അതുപോലെ നമുക്ക് കാണുമ്പോൾ തന്നെ നമുക്ക് അറിയാനും പറ്റും. ലീവിങ് നത്തിങ് ടു ഇംപ്ലിക്കേഷൻ, അതായത് നമുക്ക് ഇൻഡയറക്റ്റ്ലി അത് അതിൻ്റെ അകത്ത് ഒന്ന് ചിന്തിച്ചെടുക്കേണ്ട കാര്യമൊന്നുമില്ല, കാണുമ്പോൾ തന്നെ നമുക്കെല്ലാം മനസ്സിലാവും. ഫോർ എക്സാമ്പിൾ നമ്മൾ ഈ കുട്ടികൾക്കൊന്നും ആപ്റ്റാവാത്ത കണ്ടൻറ്റുള്ള സൈറ്റുകളിലൊക്കെ നമ്മൾ കയറേണ്ടി വരുമ്പോൾ അതിലിങ്ങനെ ആയതിൻ്റെ ഒരു വാർണിംഗ് വരും. വാർണിംഗ് എക്സ്പ്ലിസിറ്റ് കണ്ടൻറ്റ് ആർ 18+ or above എന്നൊക്കെ ചോദിച്ചിട്ട് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. അടുത്തത് പ്രൊവിഷനും പ്രൊവിഷണലും. പ്രൊവിഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തെങ്കിലും കണ്ടീഷൻസ്, അതുപോലെ വ്യവസ്ഥകൾ, നിബന്ധനകൾ എന്നൊക്കെയാണ് അർത്ഥം. വേറെ അർത്ഥമുണ്ട് ഭക്ഷണ സാധനങ്ങളുടെ സ്റ്റോക്ക്, അതായത് നമ്മൾ ടൗണിലൊക്കെ പോകുമ്പോൾ പ്രൊവിഷൻസ് സ്റ്റോർ എന്ന് കണ്ടിട്ടുണ്ടാവും, അവിടെ ഭക്ഷണ സാധനങ്ങൾ കിട്ടും. ഇതൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. ഈ പ്രൊവിഷണൽ എന്ന് പറഞ്ഞാൽ തൽക്കാല ഉപയോഗത്തേക്കെന്നൊരു അർത്ഥമുണ്ട്. അതായത് നമ്മൾ ഡിഗ്രി കഴിയുമ്പോൾ തന്നെ നമുക്ക് യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഒരു പ്രൊവിഷണൽ സർട്ടിഫിക്കറ്റ് തരും. അപ്പോൾ നമ്മുടെ ഒറിജിനൽ സർട്ടിഫിക്കറ്റ് കിട്ടുന്നവരെ നമുക്ക് ഈ സർട്ടിഫിക്കറ്റ് യൂസ് ചെയ്യാം. ക്ലിയർ ആയല്ലോ? അർത്ഥം നോക്കുക. എ സ്റ്റിപ്പുലേറ്റഡ് കണ്ടീഷൻ, അതായത് ഒരു വ്യവസ്ഥ. ദ ആക്ടിവിറ്റി ഓഫ് സപ്ലൈയിങ് ഓർ പ്രൊവൈഡിങ് സംതിങ്, ഓക്കെ, അതായത് എന്തെങ്കിലും സാധനം സപ്ലൈ ചെയ്യുക, പ്രൊവൈഡ് ചെയ്യുക, അതിനെ നമ്മൾ പ്രൊവിഷൻ എന്ന് പറയും. പിന്നെ ദ കോഗ്നിറ്റീവ് പ്രോസസ് ഓഫ് തിങ്കിങ് അബൌട്ട് വാട്ട് യു വിൽ ഡു ഇൻ ദി ഇവൻറ്റ് ഓഫ് സംതിങ് ഹാപ്പനിങ്, അതായത് ഇപ്പോൾ ഭാവിയിൽ ഇന്നതുപോലെ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യുമെന്ന് ഇപ്പോഴേ ചിന്തിക്കുന്നത്, അതിനെ നമ്മൾ പ്രൊവിഷൻ എന്ന് പറയും. അപ്പോൾ മലയാളത്തിലാണ് ഇതിനെ കരുതൽ നടപടി എന്നൊക്കെ പറയും. ഈ കോഗ്നിറ്റീവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും കണ്ട് അത് മനസ്സിലാക്കി അതിനെ മനസ്സിലിട്ട് നമ്മൾ അനലൈസ് ചെയ്തിട്ട് നമ്മളൊരു തീരുമാനത്തിലെത്തുക, അതിൻ്റെ കോഗ്നിറ്റീവ് എന്ന് പറയുന്നത്. മലയാളത്തിൽ ധാരണാശക്തി എന്നൊക്കെ പറയുന്നത്. പിന്നെ സ്റ്റോക്ക് ഓഫ് സപ്ലൈ ഫുഡ്, അതായത് ഭക്ഷണ സാധനങ്ങളുടെ ഒരു സ്റ്റോക്ക്. ഇത്രയാണ് പ്രൊവിഷൻ്റെ അർത്ഥം. പ്രൊവിഷണൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അണ്ടർ ദ ടൈംസ് നോട്ട് ഫൈനൽ ഓർ ഫുള്ളി വർക്ക്ഡ് ഔട്ട് ഓർ എഗ്രീഡ് അപ്പോൺ, അതായത് ഫൈനൽ തീരുമാനം എടുക്കാത്ത ടേംസിൻ്റെ അണ്ടറിൽ നിന്ന് കാര്യങ്ങൾ ചെയ്യാം, അതായത് തീർച്ചപ്പെടുത്താത്ത, അതായത് ഫൈനൽ ആക്കാത്ത. അല്ലെങ്കിൽ വേറെ അർത്ഥം കൂടെ ഉള്ളത് ഞാൻ ആദ്യമേ പറഞ്ഞു, തൽക്കാലത്തേക്ക്. ഇതൊക്കെയാണ് പ്രൊവിഷണലിൻ്റെ അർത്ഥം. അടുത്തതിലേക്ക് പോകും. പ്രോസിക്യൂട്ടും പെർസിക്യൂട്ടും. പ്രോസിക്യൂട്ട് എന്ന് പറയുന്നത് നിങ്ങൾക്കറിയാം, കുറ്റം ആരോപിക്കുക അല്ലെങ്കിൽ കുറ്റാരോപണം ചെയ്യുക, അതാണ് പ്രോസിക്യൂട്ടിൻ്റെ ഒരർത്ഥം. പിന്നെ നമ്മൾ എന്തെങ്കിലും ഒരു കാര്യം മുമ്പോട്ട് കൊണ്ടുപോവുക എന്നൊക്കെ അതിൻ്റെ അർത്ഥമുണ്ട്. പെർസിക്യൂട്ട് എന്ന് പറഞ്ഞാൽ നമ്മൾ ഉപദ്രവിക്കുക, അതാണ് അർത്ഥം നോക്കി. കണ്ടക്ട് എ പ്രോസിക്യൂഷൻ ഇൻ എ കോർട്ട് ഓഫ് ലോ, ക്യാരി ഔട്ട്, പാർട്ടിസിപ്പേറ്റ് ഇൻ ആൻ ആക്ടിവിറ്റി, ബി ഇൻവോൾവ്ഡ് ഇൻ, അതായത് നമ്മൾ കുറ്റം ആരോപിക്കുക, കേസ് നടത്തുക, ക്യാരി ഔട്ട് ഓർ പാർട്ടിസിപ്പേറ്റ് ഇൻ ആക്ടിവിറ്റി, എന്തെങ്കിലും കാര്യത്തിൽ നമ്മൾ ഇൻവോൾവ് ആവുക. ഓക്കെ, ഇത് രണ്ടാണ് ഇതിൻ്റെ അർത്ഥം. പെർസിക്യൂട്ട് എന്ന് പറഞ്ഞാൽ കോസ്റ്റ് സഫർ, അതായത് ഉപദ്രവിക്കുക. അടുത്തതിലേക്ക് പോകാം. ഇൻവേഡും ഇവേഡും. ഇൻവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ കൂട്ടത്തോടെ ചെന്ന് ആക്രമിക്കുക, അതിക്രമിച്ച് കടക്കുക, ഇതൊക്കെയാണ് അർത്ഥം. ഇവേഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എന്തെങ്കിലും സംഭവത്തിൽ നമ്മൾ ഒഴിഞ്ഞു മാറുക, ഉത്തരവാദിത്തങ്ങളിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, അല്ലെങ്കിൽ ഇപ്പോൾ എന്തെങ്കിലും പ്രശ്നം വരുമ്പോൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക, എന്തെങ്കിലും ചോദ്യം ചോദിച്ചാൽ അതിൻ്റെ മറുപടി പറയാതെ ഒഴിഞ്ഞു മാറുക, ഇതൊക്കെയാണ് അർത്ഥം. നോക്കുക, ഇൻവേഡ് എന്ന് പറഞ്ഞാൽ മാർച്ച് അഗ്രസീവ്ലി ഇൻ ടു അനദർ ടെറിട്ടറി ബൈ മിലിറ്ററി ഫോഴ്സ് ഫോർ ദ പർപ്പസ് ഓഫ് കോൺക്വസ്റ്റ് ആൻഡ് ഒക്യുപ്പേഷൻ, അതായത് നമ്മൾ വളരെ അഗ്രസീവായിട്ട് മറ്റൊരാളുടെ അടുത്ത് പോയിട്ട് അവിടെ കീഴ്പ്പെടുത്തുകയോ അല്ലെങ്കിൽ ആ സ്ഥലം കൈയടക്കാനോ ആയിട്ട് നമ്മൾ അങ്ങോട്ട് മാർച്ച് ചെയ്തു പോവുക, അതാണ് ഇൻവേഡ്. പിന്നെ ഒക്കുപ്പൈൻ ലാർജ് നമ്പർ ഓർ ലിവ് ഓൺ എ ഹോസ്റ്റ്, അതായത് ഒരുപാട് എണ്ണം ചെന്ന് ഒരിടത്ത് ചെന്നിരിക്കുക. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മൾ പയറൊക്കെ നട്ടുകഴിയുമ്പോൾ അതിൻ്റെ അകത്ത് ഈ ചാഴി വന്നിരിക്കും. വലിയ പ്രതിരോധ ശേഷിയൊന്നും ഇല്ലാത്ത പയറാണെങ്കിൽ ഈ ചാഴിയൊക്കെ വന്നിങ്ങനെ പൊതിഞ്ഞിരിക്കും, നമുക്ക് അതിനകത്തൊന്നും കാണാൻ പോലും പറ്റത്തില്ല. ക്ലിയർ ആയോ?
ഇവേഡ് എന്ന് പറഞ്ഞാൽ അവോയ്ഡ് ഓർ ട്രൈ ടു അവോയ്ഡ് ഫുൾഫില്ലിങ്, ആൻസറിങ് ഓർ പെർഫോമിങ് ഡ്യൂട്ടീസ്, ക്വസ്റ്റ്യൻസ് ഓർ ഇഷ്യൂസ്. അതായത് നമ്മുടെ കടമകൾ, എന്തെങ്കിലും ചോദ്യങ്ങൾ വരുമ്പോൾ അല്ലെങ്കിൽ എന്തെങ്കിലും പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ നമ്മൾ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. ഇതാണ് ഇവേഡിൻ്റെ അർത്ഥം. അടുത്ത് ഹെവനും ഹേവനും. ഹെവൻ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം സ്വർഗം. ഹേവൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സേഫ് ഹൗസ്, അതായത് എന്തെങ്കിലും സംഭവങ്ങൾ സേഫായിട്ട് ചെയ്യാൻ പറ്റുക, അല്ലെങ്കിൽ നമുക്ക് സേഫായിട്ട് പോയിരിക്കാൻ പറ്റിയ ഒരിടം, അതിനാണ് ഹേവൻ എന്ന് പറയുന്നത്. മീനിങ് നോക്കുക. ഹേവൻ എന്ന് പറഞ്ഞാൽ എ ഷെൽട്ടർ സെർവിങ് ആസ് എ പ്ലേസ് ഓഫ് സേഫ്റ്റി ഓർ സാങ്ച്വറി. അത് സേഫായിട്ട് ഇരിക്കാൻ പറ്റുന്ന ഒരിടം. സാങ്ച്വറി എന്ന് പറഞ്ഞാൽ നമുക്ക് ഇപ്പോൾ പ്രൊട്ടക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ളൊരു, ഇപ്പോൾ വൈൽഡ് ലൈഫ് സാങ്ച്വറി എന്നൊക്കെ കേട്ടിട്ടില്ലേ, അതായത് വൈൽഡ് ലൈഫിനെ പ്രൊട്ടക്റ്റ് ചെയ്യാനുള്ളൊരു ഇടം. ഇനി എന്താ, ദ ഷെൽട്ടേഡ് പോർട്ട് വെയർ ഷിപ്സ് ക്യാൻ ടേക്ക് ഓൺ ഓർ ഡിസ്ചാർജ് കാർഗോ. അതായത് കപ്പലിൽ ചരക്ക് കയറ്റാനും ഇറക്കാനായിട്ട് ഉള്ള ഒരു സേഫായിട്ടുള്ളൊരു തുറമുഖം. അത്രയേ ഉള്ളൂ. ഓക്കെ, അടുത്തിലേക്ക് പോകാം. സ്യൂവും എൻസ്യൂവും. സ്യൂ എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതായത് കേസ് കൊടുക്കുക അല്ലെങ്കിൽ ഹർജി കൊടുക്കുക എന്നൊക്കെയാണ് അർത്ഥം. എൻസ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തിനെങ്കിലും ആഫ്റ്റർ എഫക്റ്റ് ആയിട്ട് സംഭവിക്കുക, അതാണ് എൻസ്യൂവിൻ്റെ അർത്ഥം. നോക്കി, ഇൻസ്റ്റിറ്റ്യൂട്ട് ഇല്ലീഗൽ പ്രൊസീഡിങ്സ് അഗെയിൻസ്റ്റ്, ഫയൽ എ സ്യൂട്ട് അഗെയിൻസ്റ്റ്, അതായത് ആർക്കെങ്കിലും എതിരെ കേസ് കൊടുക്കുക. എൻസ്യൂ എന്ന് പറഞ്ഞാൽ ഹാപ്പൻ ആഫ്റ്റർവാർഡ്സ് എസ് എ കോൺസിക്വൻസ്, അതായത് എന്തിൻ്റെങ്കിലും തുടർഫലമായിട്ട് എന്തെങ്കിലും സംഭവിക്കും, അതാണ് എൻസ്യൂവിൻ്റെ അർത്ഥം. അടുത്തത് ഡിപ്ലോയ് ആൻഡ് പ്ലോയ്. ഡിപ്ലോയ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കേട്ടിട്ടുണ്ടാവും, അതിപ്പോൾ വാറൊക്കെ നടക്കുന്നിടത്ത് നമ്മൾ മിലിറ്ററിയെ അങ്ങോട്ട് അയക്കുക അല്ലെങ്കിൽ ടാങ്കുകൾ അങ്ങോട്ട് അയക്കുക, അതൊക്കെയാണ് ഡിപ്ലോയുടെ അർത്ഥം. പിന്നെ നമ്മൾ എന്തിൻ്റെങ്കിലും ഇടയ്ക്ക് നമ്മൾ സ്ട്രാറ്റജിക്കലായിട്ട് എന്തെങ്കിലുമൊക്കെ അവിടെ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ അതിനെ നമ്മൾ ഡിപ്ലോയ് എന്ന് പറയും. ഈ പ്ലോയ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഗെയിമിൻ്റെ ഇടയ്ക്ക് എന്തെങ്കിലും തന്ത്രപരമായൊരു നീക്കം നടത്തുക, അതിനാണ് പ്ലോയ് എന്ന് പറയുന്നത്. നമുക്ക് മീനിങ് നോക്കാം. ഡിപ്ലോയ് ടു ഡിസ്ട്രിബ്യൂട്ട് സിസ്റ്റമാറ്റിക്കലി ഓർ സ്ട്രാറ്റജിക്കലി, അതായത് നമ്മൾ തന്ത്രപരമായിട്ട് എന്തെങ്കിലും നമ്മൾ ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുക. പിന്നെ ബ്രിങ് ഇൻ ടു യൂസ്, മേക്ക് യൂസ് ഓഫ്, അതിൽ എന്തെങ്കിലും സാധനം നമ്മൾ യൂസ് ചെയ്യുക, അതും ഡിപ്ലോയ് എന്ന് അർത്ഥമുണ്ട്. പ്ലോയ് എന്ന് പറഞ്ഞാൽ എ ടാക്ടിക് ഓർ മനോവർ ഇൻ്റർനെറ്റ് ടു ഗെയിൻ ആർ അഡ്വാൻറ്റേജ്, അതായത് യുക്തിപരമായ അല്ലെങ്കിൽ തന്ത്രപരമായ ഒരു നീക്കം. അതായത് ഇപ്പോൾ ഒരു ഗെയിമാണെങ്കിൽ നമുക്ക് അത് ചെയ്യുന്നതുകൊണ്ട് നമുക്ക് എന്തെങ്കിലും അഡ്വാൻറ്റേജ് കിട്ടണം. മനസ്സിലായോ? ഇനി ആൻ ഓപ്പണിംഗ് റിമാർക്ക് ഇൻ്റർനെറ്റ് ടു സെക്യൂർ ആൻ അഡ്വാൻറ്റേജ് ഫോർ ദ സ്പീക്കർ, അതായത് ഇപ്പോൾ നമ്മളെന്തെങ്കിലും സംസാരിക്കാൻ തുടങ്ങുമ്പോൾ തന്നെ നമ്മളെന്തെങ്കിലും ഒരു കാര്യം സൂചിപ്പിക്കുക, അതുകൊണ്ട് അത് പറയുന്ന ആൾക്ക് എന്തെങ്കിലും ഒരു അഡ്വാൻറ്റേജ് ഉണ്ടാവണം. ഇതിനാണ് നമ്മൾ പ്ലോയ് എന്ന് പറയുന്നത്. അടുത്തത് ഡിറൈവും ഡിറൈഡും. ഡിറൈവ് എന്ന് പറഞ്ഞാൽ നിങ്ങൾക്കറിയാം, നമ്മൾ പ്ലസ് ടുവിലൊക്കെ ഇക്വേഷൻ ഡിറൈവ് ചെയ്യും, അതായത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ റെസിസ്റ്റിവിറ്റിയുടെ ഇക്വേഷൻ കണ്ടുപിടിക്കണം. അപ്പോൾ നമ്മൾ നോക്കും, റെസിസ്റ്റൻസിനെ കണ്ടക്ടറിൻ്റെ ലെങ്ത്തിന് ഡയറക്റ്റ്ലി പ്രൊപ്പോർഷനാണ്, ഏരിയയ്ക്ക് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷനാണ്. അപ്പോൾ ഈ പ്രൊപ്പോർഷൻ പോകാനായിട്ടൊരു സാധനം വെച്ച് ഗുണിക്കണം. അങ്ങനെ അതായത് നമ്മുടെ കയ്യിൽ ഒന്നും ഉണ്ടാകത്തില്ല, നമ്മൾ അതിൽ നിന്ന് ചിന്തിച്ച് ഓരോ സാധനങ്ങൾ കൂട്ടിയും കുറച്ചും അങ്ങനെ നമ്മൾ ഒരു സംഭവത്തിലേക്ക് എത്തിച്ചേരും. അതിനാണ് നമ്മൾ ഡിറൈവ് എന്ന് പറയുന്നത്. നമ്മൾ ഡിറൈവ് ചെയ്തെടുത്ത സാധനം ശരിയാവണമെന്ന് ഒരു നിർബന്ധവുമില്ല. കുറച്ച് കളയുമ്പോൾ മനസ്സിലാവും അതിൽ ചെറിയ തെറ്റുകളുണ്ടായിരുന്നു, അപ്പോൾ നമ്മൾ വീണ്ടും ആ തെറ്റുകൾ കറക്റ്റ് ചെയ്യും. അപ്പോൾ ഇതാണ് ഡിറൈവ്. ഡിറൈഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വെറുപ്പോടെ സംസാരിക്കുക അല്ലെങ്കിൽ അപമാനിക്കുക, അങ്ങനെയൊക്കെ അർത്ഥമുണ്ട്. മീനിങ് നോക്കി. ഡിറൈവ് റീസൺ ബൈ ഡിഡക്ഷൻ, എസ്റ്റാബ്ലിഷ് ബൈ ഡിഡക്ഷൻ, ഹൗ ദ ബെനിഫിറ്റ് ഓഫ് ഒബ്റ്റെയിൻ സംതിങ് ഡിസൈറബിൾ കം ഫ്രം. അതായത് റീസൺ ബൈ ഡിഡക്ഷൻ, അതായത് എന്തെങ്കിലും ഒരു സംഭവം അതിനെ നമ്മൾ മനസ്സിലിട്ട് ചിന്തിച്ച് അനലൈസ് ചെയ്ത് അതിൽ നിന്നൊരു തീരുമാനത്തിലോ അല്ലെങ്കിൽ അതിൽ നിന്നൊരു സംഭവത്തിലേക്ക് എത്തിച്ചേരുക. എസ്റ്റാബ്ലിഷ് ബൈ ഡിഡക്ഷൻ സെയിം മീനിങ്. ഹൗ ദ ബെനിഫിറ്റ് ഓഫ്, എന്തിൻ്റെങ്കിലും നിന്ന് നമ്മൾ ബെനിഫിറ്റ് എടുക്കുക, അതായത് അതിൽ നിന്നൊരു ഉപയോഗം നമ്മൾ എടുക്കുക. ഒബ്റ്റെയിൻ സംതിങ് ഡിസൈറബിൾ, അതായത് നമുക്ക് അഭികാമ്യമായ എന്തെങ്കിലും സാധനം നമ്മൾ അതിൽ നിന്ന് എടുക്കുക അല്ലെങ്കിൽ നമുക്കതിൽ നിന്ന് കിട്ടുക. പിന്നെ കം ഫ്രം, ഇത് അടുത്തതാട്ടോ. കം ഫ്രം എന്ന് പറഞ്ഞാൽ നമ്മൾ എവിടെ നിന്നാണ് വരുന്നത്. ഇനി ഡിറൈഡ് എന്ന് പറഞ്ഞാൽ ട്രീറ്റ് ഓർ സ്പീക്ക് ഓഫ് വിത്ത് കണ്ടംപ്റ്റ്. കണ്ടംപ്റ്റ് എന്ന് പറഞ്ഞാൽ വെറുപ്പ്, അതായത് നമ്മളൊരാളെ വെറുപ്പോടെ അയാളുമായിട്ട് ഇടപെടുക അല്ലെങ്കിൽ അയാളുടെ വെറുപ്പോടെ സംസാരിക്കുക, അതാണ് ഡിറൈഡിൻ്റെ അർത്ഥം. അടുത്തത് കൊളീഷനും കൊളൂഷനും. കൊളീഷൻ എന്ന് പറഞ്ഞാൽ എന്താ പറയുക, കൂട്ടിയിടി. കൊളൂഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു സീക്രട്ട് എഗ്രിമെൻറ്റ്, അതിൻ്റെ അർത്ഥം നോക്കി കണ്ടോ. കൊളൂഷൻ എന്ന് പറഞ്ഞാൽ സീക്രട്ട് എഗ്രിമെൻറ്റ്. അടുത്തതിലേക്ക് പോകാം. ഗണ്ണും ഗണ്ണൽസും. ഗണ്ണ് എന്ന് പറഞ്ഞാൽ എന്താ നമുക്കറിയാം, തോക്ക്. ഗണ്ണൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ ഈ വള്ളത്തിൻ്റെ ഈ സൈഡിലുള്ള ഫ്ലാറ്റ് സർഫസ്, അതായത് ഇതിപ്പോൾ വള്ളമാണെന്ന് വിചാരിക്കുക, ഇത് വള്ളം ഇങ്ങനെ ക്രോസ് ആയിട്ട് കട്ട് ചെയ്തിട്ട് നമ്മൾ ഇവിടെ നിന്ന് നോക്കുക,
അപ്പോൾ ഇവിടെ ഇങ്ങനെ പലകയുണ്ട്, ഇവിടെ നമുക്ക് ഇരിക്കാം. ഈ പോർഷനല്ലേ, ഇവിടെ ചെറിയൊരു ഫ്ലാറ്റ് അല്ലേ, അതിനാണ് നമ്മൾ ഗണ്ണൽസ് എന്ന് പറയുന്നത്. ക്ലിയർ ആയോ? അപ്പോൾ ഇന്നത്തേക്ക് ഇത്രയേ ഉള്ളൂ. ബാക്കി നമുക്ക് നാളെ പഠിക്കാം.